ഇന്നലെ ഉച്ചയോടെയാണ് തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നാടിനെ നടുക്കിയ കൊലപാതകം നടന്നത്. കൊലപാതകം നടന്ന അല്പസമയത്തിനകം തന്നെ പ്രതി പോലീസ് പിടിയിലായി. പ്രതിയുടെ വെട്ടേറ്റ ലികേഷിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പ്രതിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. കഴിഞ്ഞ 8 മാസമായി അനുശാന്തിയും മിനോ മാത്യുവും തമ്മിൽ അടുപ്പത്തിലാണ്. വിവാഹിതനും ഒരു കുട്ടിയുടെ പിതാവുമായ മിനോ മാത്യുവുമായി അനുശാന്തിക്ക് ബന്ധമുണ്ടെന്നറിഞ്ഞ ഭർത്താവ് ഈ ബന്ധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. സംഭവ ദിവസം ഉച്ചയോടുകൂടി പ്രതി ടെക്നോ പാർക്കിൽ നിന്നിറങ്ങി. KSEB ഉദ്യോഗസ്ഥനെന്ന വ്യാജേനയാണ് പ്രതി അനുശാന്തിയുടെ വീട്ടിലെത്തിയത്. അനുശാന്തിയുടെ ഭർത്താവിനെയും അമ്മയെയും അച്ഛനെയും കൊലപ്പെടുത്താൻ ഉദ്ദേശമുണ്ടായിരുന്നുവെന്നും പോലീസ് പറയുന്നു. കൊലപ്പെടുത്തുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് വരുന്നത്. 3 പേരെയും കൊലപ്പെടുത്തി ഈ കൊല നടത്തിയത് മോഷ്ടാക്കളാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം അവിടെ നടത്തിയിട്ടുണ്ട്. മോഷ്ടാക്കളാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി അവർ ധരിച്ചിരുന്ന ആഭരണങ്ങൾ എടുത്തുകൊണ്ട് പോയിട്ടുണ്ട്. പ്രധാനമായും കുട്ടിയെയും ഭർത്താവിനെയും ഒഴിവാക്കിയാൽ മാത്രമേ അനുശാന്തിയുമായി ജീവിക്കാൻ കഴിയൂ എന്ന ഒരു ധാരണയിൽ ഇവർ 2 പേരും കൂടി ഗൂഢാലോചന നടത്തി കൊലപാതകം ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് വന്നത്. മിനോ മാത്യുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അനുശാന്തിയെ പ്രതി ചേർത്തത്. കൊല്ലപ്പെട്ട ഓമനയുടെയും സ്വസ്തിയുടെയും മൃതദേഹം ആറ്റിങ്ങലിൽ പൊതുദർശനത്തിന് വെച്ചു. മീഡിയ 1 തിരുവനന്തപുരം.